ഹായ് ഹായ് ഹലോ. നമുക്ക് ഏറ്റവും ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ യാത്ര ചെയ്യുക എന്നതും ഫുഡ് കഴിക്കുക എന്നതും ഫുഡ് ഉണ്ടാക്കുക എന്നതുമാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ എനിക്കൊരു ഒരു ഐറ്റം കഴിക്കണമെന്നൊരു കൊതി വന്നു. അപ്പോൾ നമുക്ക് ആ ഐറ്റം ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ഒന്നുമല്ല, പക്ഷേ അങ്ങനെ ഹെൽത്തി ഐറ്റംസ് ഒന്നുമില്ല കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. BP ഒക്കെ നോക്കിയപ്പോൾ നോർമലാണ്. അപ്പോൾ എനിക്ക് ഇന്നൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ആ ഐറ്റം ഇങ്ങനെ നമ്മൾ റെഡിയാക്കി ഇടുക, കച്ചി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഐറ്റം നമുക്ക് എടുക്കാം. എന്താണ് എന്ന് ഐറ്റം അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. എന്താ അൽഫഹാം കഴിക്കണമെന്ന് തോന്നിയാൽ കഴിക്കണം അല്ലേ? ഏത് ഫുഡും അങ്ങനെയാണ്. ഫുഡല്ല എല്ലാം. പക്ഷെ ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറ്റിയൊന്നും വരില്ല അല്ലേ? ഈ ഫുഡ് വീഡിയോ ഒക്കെ ഇടുന്നവരെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അയ്യോടാ ഇത്രയൊക്കെ കഴിച്ചാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ BP വരുമോ, ഷുഗർ വരുമോ, കൂടുമോ, അങ്ങനെയാണ്. ഓരോ ഫുഡ് വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാർ ഇഷ്ടംമാതിരി ദിവസവും അവർ ഫുഡ് വീഡിയോ ആണ് ഇടുന്നത്, കഴിക്കുന്നതാണ് ഇടുന്നത്. അപ്പോൾ അവർക്ക് പേടിയൊന്നുമില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരുപാട് ഓട്ടങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് എല്ലാം കൂടെ ഒരു അസുഖം കൂടെ വന്നാൽ ചെയ്യില്ലേ എന്നുള്ളൊരു വിഷമാണ്. ഒരെണ്ണം അതിൽ വെച്ചോ, ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തോ കഴിച്ചോ. കുബൂസല്ലേ, സവോള, പിന്നെ നമ്മളെ എൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളാണ് മയോണൈസ്. ഇപ്പോൾ മയോണൈസ് ഫുഡ് വീഡിയോ ഇടുന്ന എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട്, പിന്നെ ഈ ചിലരൊക്കെ ഈ ഫുഡൊക്കെ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതാണ് വീഡിയോ എടുത്തിട്ട്. അതൊരു എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഇങ്ങനെ കുറേ വാരി തിന്ന് ഈ എന്തോ ഒരു പേരൊക്കെ പറയില്ല, അവരെ ഈ ഫുഡ് കഴിക്കുന്ന മത്സരം നടത്തുന്ന ഈ പക്ഷെ അങ്ങനെ ഇങ്ങനെ വലിച്ചു വാരി തിന്നുന്ന ആൾക്കാര് അതൊരു സുഖമുള്ളവരുടെ ഫുഡിനോട് നമുക്ക് എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടാവും. അപ്പൊ എന്തോ കഴിച്ചോ, എന്ത് ഫുഡോ കഴിച്ചോ, പക്ഷെ ഫുഡിനോടൊരു സ്നേഹവും ബഹുമാനവും അത് വിളമ്പുമ്പോഴുള്ള ഒരു കരുതലും ഒക്കെ അത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനുണ്ട് എനിക്ക് നല്ല കാര്യം തോന്നി ഇത് കഴിക്കുക. സൂപ്പർ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച അതിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, സവോള ഒരു കൈ ഫുഡ് കഴിക്കുന്നതിൽ ഫുഡിനെ ബഹുമാനിച്ച് കഴിക്കുന്ന ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടില്ല. പാക്കത്തിൽ കഴിക്കുന്ന പ്ലേറ്റ് കണ്ടാൽ നമുക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഫുഡിനോടൊരു ബഹുമാനം. നമ്മളിപ്പോൾ ചോറ് കഴിക്കണമെങ്കിൽ തന്നെ ഒരു ചോറ് പോലും, ഒരു മണി ചോറ് പോലും കളയാതെ കഴിക്കുക എന്നുള്ളത്. പാത്രത്തിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം വിളമ്പുക. അത് വിളമ്പുന്നതെല്ലാം നമ്മൾ കഴിച്ചിരിക്കുക. പിന്നെ വിളമ്പി തന്നവരോടൊരു സ്നേഹപ്രകടനം, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കൊണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്. അവർ കഷ്ടപ്പെടുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവരോട് നമുക്കൊരു നന്ദി ഉണ്ടാവണം. അത്രയൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ പറയാനായിട്ട് നമുക്ക് അങ്ങനെ ഇഷ്ടമല്ല തോന്നിയ ഇതേപോലെ വാങ്ങി കഴിക്കാൻ പറ്റുമ്പോൾ കഴിക്കാം. അതോടൊപ്പം കല്യാണ സ്ഥലത്തൊക്കെ ആൾക്കാർ പോയിട്ടേ ഇഷ്ടംപോലെ പ്ലേറ്റ് വാങ്ങിയിട്ട് കളയും. അത് ഏറ്റവും വെറുക്കപ്പെട്ടൊരു പരിപാടിയാണ്. അതെ, സ്വന്തം വീട്ടിൽ എല്ലാവർക്കും കഴിച്ച് തീർക്കാൻ ആവശ്യത്തിനെ വിളമ്പുള്ളൂ കഴിക്കുള്ളൂ. പക്ഷെ നമ്മളൊരു ഹോട്ടലിൽ പോയാൽ, ഒരു കല്യാണ വീട്ടിൽ പോയാൽ
നമ്മുടെ സ്വന്തം വീട് പോലെ സ്വന്തം വീട്ടിൽ കഴിക്കുന്നത് പോലെ നമുക്ക് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല? ആവശ്യത്തിന് മാത്രം എടുക്കുക, ആവശ്യത്തിന് മാത്രം വിളമ്പുന്നവരോട് പറയുക, കുറച്ച് മാത്രം വിളമ്പുക, ആവശ്യത്തിന് മാത്രം തരിക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നെയും വാങ്ങാമല്ലോ. കൂടുതൽ പ്ലേറ്റിൽ നിറയെ കോരിയിട്ട് കുറേ പകുതിയോളം കഴിക്കുക, ബാക്കി കൊണ്ട് കളയുക, അതൊരു നല്ല ശീലമല്ല. കാരണം എത്രയോ ലക്ഷ ആൾക്കാരാണ് നമ്മളെ നാട്ടിൽ പട്ടിണി കിടക്കുന്നത്. ഒരു നേരത്തെ ആഹാരം കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു സൈഡിൽ ആഹാരം കിട്ടാതെ വിഷമിക്കുന്നവരും മറു സൈഡിൽ നീക്കുക, ഇവിടുന്ന് മറു സൈഡിൽ ആഹാരം വേസ്റ്റാക്കുന്ന അമിത ആഹാരം കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ്. ഞാൻ പലപ്പോഴും കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്നവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനിങ്ങനെ പ്ലേറ്റ് ക്ലീനാക്കി കഴിക്കുന്നത്, കുറച്ചൊക്കെ ആവശ്യത്തിന് കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് കഴിക്കും, വേണമെങ്കിൽ ഇനി കുറച്ചുകൂടെ ഇട്ട് കഴിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് അല്ലെങ്കിൽ ആ ഇല ക്ലീൻ ആയിരിക്കണം. ഒരു സാധനം പോലും നമുക്കതിനകത്ത് വേണ്ടാന്ന് പറഞ്ഞ് വേണ്ട സാധനം നമ്മൾ എടുക്കരുത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ശരി ഏതെങ്കിലും ഒരു ഐറ്റം സലാഡ് നമുക്ക് വേണ്ട, ശരി അവരോട് പറയാം എനിക്ക് സലാഡ് വേണ്ട എന്ന്. പക്ഷേ ചുമ്മാ കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാം വിളമ്പിയിട്ട് അത് കഴിക്കാതിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അതെ. എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? എന്തൊരു സാധനം എടുത്താലും പകുതി കളയുക, പകുതി ഉപരിച്ച് കളയുക. പകുതി കഴിച്ചിട്ട് പകുതി ഒരു കൊതിയുണ്ട്, അത് പിന്നീട് ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. കാണിച്ചാലോ? എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ചിക്കനാണ് സംഭവം. അത് കാണിച്ചു കൊടുക്കും. എൻ്റെ പേര് അവരെന്തോ പറഞ്ഞ് ഞാൻ മറന്നുപോയി. ചിക്കൻ്റെ എന്തോ ആയിട്ടാണ് ഞാൻ പേര് മറന്നുപോയി കേട്ടോ. സാധാരണ നമ്മളെ ഇങ്ങനെ ഹോട്ടലിൽ കയറി ഇങ്ങനെയുള്ളതൊന്നും കഴിക്കുന്ന ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ പലതിൻ്റെ പേരറിയത്തില്ല. അതെനിക്കൊരു നാണക്കേടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അയ്യോ അവനതൊന്നും അറിയത്തില്ല എന്ന് പറയുന്നതിന് എനിക്കൊരു നാണക്കേടൊന്നുമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ചോറും കറിയും മരച്ചിയും മോര് കറിയും മീൻ കറിയും ഇതിൻ്റെ എല്ലാം പേരറിയാം, മതി. നമ്മളങ്ങനെ എപ്പോഴും ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആൾക്കാരല്ല. ടേബിൾ മാനേഴ്സ് ഒന്നുണ്ട്. ഇതിപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ടേബിൾ മാനേഴ്സ് കാണിക്കാത്ത കേട്ടോ. അതും ഇതിലുള്ളതാണ് ടേബിൾ മാനേഴ്സ്. ഞാനതും പാലിച്ചിട്ടില്ല ഇപ്പോൾ. അല്ല, വേറെ കാര്യമുണ്ട്, മെയിൻ ഒരു കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ വീഡിയോ എടുക്ക? ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കാരണവശാലും സംസാരിക്കാൻ പാടില്ല. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. പിന്നെ വേറെ ഒന്നുകൂടെ, ഡൈനിങ് ടേബിളിലാണ് ബന്ധം കൂടുതലുണ്ടാവുന്നത്. അതെ, ഒരു അത്താഴത്തിൻ്റെ ഒക്കെ സമയത്ത് എല്ലാവരും കൂടെ കൂടി, മിക്കവാറും അത്താഴത്തിൻ്റെ സമയത്തായിരിക്കും എല്ലാവരും ഒത്തുകൂടുക. അതെ, ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്ന് സംസാരിച്ച് കഴിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കഴിച്ച് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഭക്ഷണ സമയത്ത് സംസാരിക്കാൻ പാടില്ല. എന്താ പറയുന്നു? ഞാൻ സംസാരിക്കും. അപ്പോൾ ആ പറഞ്ഞത് ചുമ്മാതാ. ഞാൻ ഏത് കാര്യമായാലും സത്യസന്ധമായി പറയണം. മനസ്സിലൊന്നും വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ സംസാരിക്കും. ചോറത്രയും പഴയ കളയുമായിരുന്നു, നന്നായിട്ട് പഴയ കളയുമായിരുന്നു. അത് എപ്പോഴാണ് നിർത്തിയത്? ഇക്കായക്കാം. എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, പുള്ളിക്കാരൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ തന്നെ നോക്കിയാണെന്ന് എന്നെ വിളിക്കാനിരിക്കും. കണ്ട ചിലർ പറയേ, നമ്മൾ കഴിക്കുമ്പോൾ പറയും ഇത്രയും മതി, ഇവിടെ കഴുകാൻ വെള്ളമൊക്കെ ഉണ്ട്, പ്ലേറ്റ് ഞങ്ങൾ കഴുകിക്കോളാം, നീ തുടച്ച് വൃത്തിയാക്കാം. ഇക്കാക്കൊരു ഭാഷയിലുണ്ട്. അത് ഇപ്പൊ ഇക്കാക്ക് മതി ഒരു സാധനം, അത് പിന്നെ ഇക്കാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദേഷ്യം വരും. മതി എന്ന് പറയുന്ന സംഭവം എൻ്റെ അടുത്താണ് ഒരാൾ പറയണം മതി, പിന്നെയും തരും. അപ്പൊ എനിക്ക് ദേഷ്യം വരില്ല. ഞാൻ പറയും പിന്നെ അയ്യോ വേണ്ടായിരുന്നു. ഇക്കാണെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ മതിയാണ്. അതല്ലേ ശരി, മതി. നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുക.
ഒരല്പം ചോറ് കൊടുത്താൽ അല്പം കറിയും കൊടുത്താൽ എന്ന് നമുക്ക് ചോദിച്ച് വാങ്ങിച്ചു കഴിക്കാം. നിർബന്ധിച്ച് കഴിക്കുക പറയുന്നത് അതൊരു അതിലൊരു സ്നേഹമുണ്ടെന്ന് അതൊരു സ്നേഹമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ വേറെ എന്താ സംഭവം? അയ്യോ അല്ല, അത് സ്നേഹമാണ്. എൻ്റെ വീട്ടിലുള്ളവരെന്താണെന്നറിയാവോ, പിന്നെയും വിളമ്പി കൊടുക്കും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പറയും, എൻ്റെ അമ്മകൾ കഴിക്കാനില്ല കാക്കത്തിട്ടുണ്ട് എൻ്റെ മകളോടൊന്നും. പക്ഷേ എൻ്റെ കുഞ്ഞമ്മമാരൊക്കെ ഇറങ്ങി പിന്നെ അവർ കൊടുക്കും. വിശപ്പുണ്ട് ഇച്ചിരി കഴിയോ. നമ്മുടെ ആവശ്യം നമുക്കല്ലേ അറിയുള്ളൂ. നമ്മുടെ വിശപ്പിന്റെ കാഠിന്യം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് നിറയുന്നത് നമുക്കേ അറിയുള്ളൂ. അപ്പൊ അവര് കഴിക്കുക ഒന്നോ രണ്ടോ സ്നേഹമാണ്. ഇതോടൊന്ന് കഴിച്ചു നോക്ക്. കഴിച്ചിട്ട് എന്തിനാന്ന് വെച്ചപ്പാ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതും കഴിക്കുന്നതും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നതും കാണുന്നതും. ആ ഹോട്ടലിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചാൽ അവർ ഇന്നതാണെന്ന് പറഞ്ഞു. ചിക്കൻ. ഞാൻ പറഞ്ഞു എന്നാൽ അതും കൂടെ വരണം പാക്ക് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിയതാണ്. എനിക്കിതൊക്കെ ലാഭിച്ചാണ് ഇതിൻ്റെ ഉണ്ടാകാം. കാരണം ഈ പറഞ്ഞ പോലെ 100 രൂപയുടെ മീനും കുറച്ച് പച്ചക്കറിയും. ആ 100 രൂപയുടെ മീനും ഒരു ദിവസം നമ്മൾ എടുക്കൂല. അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എൻ്റെ അച്ഛൻ ഇഷ്ടമാതിരി മീനൊക്കെ വാങ്ങിക്കുമായിരുന്നു. 500 രൂപയുടെ മീനൊക്കെ വാങ്ങിക്കുമായിരുന്നു ഒരു ദിവസം. എന്ന് വെച്ചാൽ അന്ന് ചിലയൊക്കെ നല്ല വലിയ മീൻ മേടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വരും. എല്ലാ സൺഡേയിലും പുറത്തിറച്ചി അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും. അങ്ങനെ ഈ തീറ്റിച്ച് വളർത്തിയായിരുന്ന മക്കളാണ് ഞാനെൻ്റെ തരുന്നത്. ഇന്ന് ഇഷ്ടം പോലെ തിന്നും. എന്നിട്ട് കൊച്ചിലേ ബീഫ് തീറ്റിക്കും. അങ്ങനെ തീറ്റായിരുന്നു. ഇതൊരിക്കലും ആവശ്യപ്പെട്ടാണ്. അപ്പോൾ ടേബിളിൽ കാണിക്കേണ്ട മര്യാദകളും നമ്മൾ പറഞ്ഞു. സാധാരണക്കാരെന്താ എങ്ങനെയൊക്കെ കഴിക്കാം. ആ സാധനം കൊള്ളാം കേട്ടോ, വളരെ രസമുണ്ട്. പക്ഷെ ഈ സാധനവും കൂടെ ഇരിക്കുമ്പം അത് മാത്രമായിട്ട് വാങ്ങും അല്ലേ? അത് കടുത്തു പോയില്ലേ എന്നൊരു സംശയം. 50 രൂപയായത്. 50 രൂപയല്ല, അയ്യോ 50 രൂപയാണെങ്കിൽ നല്ലത്, നല്ല സൂപ്പർ ഐറ്റം. ഒരാളുടെ വിശപ്പ് മാറാൻ ഇത് അറിവാണ്. എന്നെ പോലെ 2 പേർക്ക്. എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. കഴിക്കണമെന്ന് തോന്നുന്നത് നമ്മൾ വന്നിട്ട് കഴിക്കണം, അത്ര തന്നെ. ഇന്ന് കാക്കയ്ക്ക് വല്ലതും പറയാനുണ്ട്. ആ വീഡിയോ നീണ്ടു പോവുകയാണ്. വീണ്ടും പോയാലും ഞാൻ ഇടും. എനിക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും സ്റ്റെപ്പായിട്ട് പറയാം. ഇന്നിപ്പോൾ ഇതിൽ നിർത്താം. ഇനിയൊരു വീഡിയോയിൽ പറയാൻ കുറേ കാര്യങ്ങൾ. എന്താ ഒരു പലരുടെ ഒരു ചോദ്യം, കാക്കച്ചി ആരാ? കാക്കച്ചിയാണോ? കാക്കച്ചി മൈ കാക്കച്ചി, നൈമിത്രയുടെ കാക്കച്ചി, ജീതുസിന്റെയും കാക്കച്ചി, കേരളക്കരയുടെ കാക്കച്ചി. ഇത് വാങ്ങി തന്നോണ്ടാണ്. നാളെ വാങ്ങിക്കൊണ്ട് തരാനാണോ എന്നൊരു സംശയം. ഒരു രക്ഷയുമില്ല. ഇനി ഒരാഴ്ചത്തേക്ക് എന്നോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊക്കെ ഭയങ്കര ആഡംബരമായിട്ട് തോന്നുന്ന ആളാണ്. അങ്ങനെയല്ലേ എന്റെ സ്വഭാവം. ഞാൻ എന്നെ വേണമെന്ന് പറയോ. ഇന്നലെ 1 കിലോ കപ്പ പുഴുങ്ങി മുളക് ഉടച്ച് കഴിച്ച ടീമാണ്. അതുകൊണ്ട് നമുക്ക് ദിവസം ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കിട്ടുന്നത് മാസത്തിലൊരിക്കൽ പോലും വേണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ആഡംബരമാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഈ വീഡിയോ ഒന്നുകൂടെ അവസാനിപ്പിക്കാം. നമ്മളിത് ഫിനിഷ് ആക്കട്ടെ. ടാറ്റാ.